അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ വിഷയം മലബാർ സമരത്തിലെ സ്ത്രീകളുടെ പങ്കാണ്. മലബാർ സമരത്തിൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന ഒരു ചർച്ചയുടെ ആവശ്യമേ ഇല്ലാത്ത വിധം മലബാർ സമരത്തിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിനും എത്രയോ മുമ്പ് 1850 കനോലി സാഹിബിനെ വധിച്ചതിൻ്റെ 2ാം പ്രതി ഒരു വനിതയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, അതും മമ്പുറത്ത് ബീവി. നാം മനസ്സിലാക്കാറുണ്ട് മമ്പുറം തങ്ങന്മാരും മമ്പുറത്ത് ബീവിയും അതുപോലെയുള്ള അത്തരം ആൾക്കാരൊക്കെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരായിരുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷേ കാനോലി സാഹിബിനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ചിട്ടവട്ടങ്ങളും ഒപ്പിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മമ്പുറത്ത് ബീവി ആയിരുന്നു ആ കൊലക്കേസിൽ 2ാം പ്രതി എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ എത്രത്തോളം രാജ്യത്തിന് വേണ്ടി ആ സ്ത്രീകൾ അനുഭവിച്ച ത്യാഗവും. അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിലാണ് അവർ പ്രസവിച്ചത്. കേവലം വളരെ ചെറുപ്പമായിരുന്നു. ജയിലിൽ പ്രസവിക്കുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ നമുക്കറിയാം മലബാർ സമരം 1900 മുതൽ തന്നെ മലബാറിന്റെ നേതൃത്വം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിലായിരുന്നു. 1918 മുതൽ വാര്യംകുന്നത്ത് കുഞ്ഞമ്മാജിയായിരുന്നു മലബാറിന്റെ ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞു, ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജിയുടെ കഥ ഇവിടെ പറഞ്ഞു. ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജിയുടെ ഭാര്യ കുഞ്ഞായിഷ, ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജിയെ പോലീസും പട്ടാളവും തപ്പി വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം സമരരംഗത്തായിരിക്കും. പലപ്പോഴും വീട്ടിൽ ആളുണ്ടാവില്ല. ആ സമയത്തൊക്കെ ഭാര്യ കുഞ്ഞായിഷയാണ് പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അക്കാലത്ത് തന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന, ഇംഗ്ലീഷ് യഥേഷ്ടം സംസാരിക്കുന്ന ഒരു വനിതയായിരുന്നു പറവട്ടി കുഞ്ഞായിഷ, മൊയ്തീൻകുട്ടി ഹാജിയുടെ ഭാര്യ. ഈ പട്ടാളവും പോലീസും വന്ന് കടുത്ത പീഡനവും അക്രമവും ഒക്കെ ചെയ്യുമ്പോഴും അവർ സന്തോഷത്തോടു കൂടി പോലീസിനോട് പ്രതികരിച്ചിരുന്നു, അല്ലെ പട്ടാളത്തോട് പ്രതികരിച്ചിരുന്നു. അന്ന് അക്കാലത്തുള്ള പെണ്ണുങ്ങൾ പറയും, ഈ ബ്രിട്ടീഷുകാരുടെ ആ തൊപ്പിയിലൊരു ചുവപ്പടയാളമുണ്ട്. അന്നത്തെ വനിതകൾ പറയും, പൂളപ്പൊക്ക് കാണിച്ച്, അതായത് കപ്പയുടെ പൂ പോലെയുള്ള തൊപ്പി കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട എന്നാണ് കുഞ്ഞായിഷ പറയുന്നത്. അത്രത്തോളം ധൈര്യമായിരുന്നു അവർക്ക്. പാണ്ടിക്കാട് അങ്ങാടിയിലുള്ള വിളക്കുമരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് ആക്രമിച്ചിരുന്നു. അപ്പോഴും 1 ഇഞ്ച് പോലും പിന്മാറാൻ ആ വനിത തയ്യാറായിരുന്നില്ല. തൻ്റെ സമ്പത്തിലേറിയ പങ്കും മലബാർ സമരത്തിന് വേണ്ടി, അല്ലെ വിപ്ലവ സൈന്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച ഒരു വനിതാ രത്നമാണ് ഈ കുഞ്ഞായിഷ. അതേപോലെ ഒട്ടനവധി വനിതകളെ നമുക്ക് കാണാൻ സാധിക്കും. മലബാർ സമരം അക്രമത്തിലൂടെ അടിച്ചമർത്തിയ സമയത്ത് അവിടെ ആണുങ്ങളാരുമില്ല. ഉള്ളവരൊക്കെ ജയിലിലായി, അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടു, അല്ലെങ്കിൽ ഒളിവിൽ പോയി. ഈ അവസ്ഥയിൽ സ്ത്രീകൾ മാത്രമാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലും പുരുഷന്മാരെ സഹായിക്കുന്നതിനും ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നതിന് പോലും സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന കാരണം കൊണ്ട് തന്നെ നിരവധി ആൾക്കാരെയാണ് സ്ത്രീകളെ അടക്കം വെടിവെച്ച് കൊന്നതും ആക്രമിച്ചതുമൊക്കെ. മേൽമുറി എന്ന് പറയുന്ന സ്ഥലം മലപ്പുറത്ത് 1000-ഓളം ആൾക്കാരെയാണ് അവിടെ വെടിവെച്ച് കൊന്നത്. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും പല സ്ഥലങ്ങളും ഉണ്ട്. അവിടെയൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെയുള്ള ഒരു സ്ത്രീകളും തങ്ങളുടെ പുരുഷന്മാർ പങ്കെടുത്ത സമരത്തെ ഒറ്റിക്കൊടുക്കുന്നതിനോ അതിൽ അല്പമെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടാകുന്നതിനോ അവരാരും ശ്രമിച്ചില്ല. മേൽമുറിയിൽ ഒരു സ്ഥലത്ത് പട്ടാളം വന്ന് ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരെയും പിടിച്ചിറക്കി മുറ്റത്ത് നിർത്തി ക്രൂരമായി വെടിവെച്ചു കൊല്ലുന്ന സമയത്ത് അസുഖം വന്ന തൻ്റെ വാപ്പായെ പരിചരിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയ കദിയുമ്മ എന്ന് പറയുന്ന ഒരു വനിത വാപ്പായെ വെടിവെച്ച് കൊല്ലാതിരിക്കുന്നതിന് വേണ്ടി കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു. പോലീസിനോട് കെഞ്ചി വെടിവെക്കരുതെന്ന്. പക്ഷെ അവർ വെടിവെക്കാതെ പോവില്ല. വെടിവെച്ച് കൊല്ലാൻ തന്നെ തീരുമാനിച്ചു വന്നവരാണ്. അവസാനം തോക്കിന്റെ പാത്തിയും ചട്ടയും വെച്ച എല്ലാം അടിച്ചിട്ടും പിന്മാറാതെ വന്നപ്പോൾ ആ വനിതയെ, വാപ്പായുടെ പുറത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന വനിതയെ ഉൾപ്പെടെ 20 വയസ്സുള്ള കദിയുമ്മ എന്ന് പറയുന്ന ആ ബാല്യം വിട്ടുമാറ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ വനിതയെ അടക്കം വെടിവെച്ചു കൊല്ലുകയാണ് പട്ടാളം ചെയ്തത്. അതേപോലെ മറ്റൊരാൾ വാപ്പായെ വെടിവെച്ച് കൊല്ലുന്ന കണ്ട് തടയാൻ നിന്ന ഫാത്തിമ, കീഴക്കാട്ട് ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി, കേവലം 9 വയസ്സ് മാത്രമേ ഉള്ളൂ. തൻ്റെ വാപ്പായെ മറ്റുള്ളവരെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന കണ്ടിട്ട് തടയാൻ ശക്തമായി രംഗത്ത് വന്ന ഒരു പെൺകുട്ടിയാണ് കീഴക്കാട്ട് ഫാത്തിമ. ആ പട്ടാളക്കാർ നിർദ്ദയം ആ കുട്ടിയെയും വെടിവെച്ചു കൊന്നു.
ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. തുവ്വൂർ നമുക്കറിയാം. തുവൂരിലെ പലരും പല ആക്ഷേപങ്ങളും പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴും അത് പത്രധാരക്ക് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള സ്ത്രീകളെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെതിരെ തരണം ചെയ്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വന്നതും ആ പ്രദേശത്തുള്ള സ്ത്രീകളാണ്. 20ഓളം സ്ത്രീകൾ ഒരു സ്ഥലത്ത് ഒന്നിച്ച് ഒത്തുകൂടി പട്ടാളത്തെ ചെറുക്കുന്നതിന് വേണ്ടി താമസിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ മാത്രം പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ ആ 20 സ്ത്രീകളും വിട്ടില്ല. ആ പെൺകുട്ടിയെ തിരിച്ചു കിട്ടാതെ തിരിച്ചു പോവില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് പട്ടാളത്തെ ആക്രമിച്ചിട്ട് 2 സ്ത്രീകൾ അവിടെ വെടിയേറ്റ് വീണു. പട്ടാളം തിരിച്ചു വെടിവെച്ചിട്ട്. എന്നിട്ടും അവർ പിന്മാറിയില്ല. ആ പെൺകുട്ടിയെ തിരിച്ച് സ്വന്തം സ്ഥലത്ത് കൊണ്ടുപോയിട്ടല്ലാതെ അവർ മാറിയില്ല. പട്ടാളക്കാരിങ്ങനെ വരുന്ന സമയത്ത് പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവര് പട്ടാള പാച്ചിലാണ്. ആക്രമിക്കുക, വെടിവെച്ചു കൊല്ലുക, അല്ലെ കുത്തിക്കൊല്ലുക. അത്രമാത്രം കിരാതമായ ഒരു ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം ലോകത്ത് മലബാറിലുണ്ടായ നാണക്കേട് ബ്രിട്ടീഷിന് മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം. ഇവരെ എങ്ങനെയെങ്കിലും ഈ ബ്രിട്ടീഷിനെതിരെ നടക്കുന്ന ഈ സമരം അടിച്ചമർത്തുന്നതിന് വേണ്ടി, ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഹൈന്ദവ മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് പർവ്വതീകരിച്ചുകൊണ്ട് നോട്ടീസും ലഘുലേഖകളും ഒക്കെ അടിച്ചിറക്കുമ്പോഴും അവർ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നത് അതിലൊരു മുസ്ലിം പേരും ഹിന്ദു പേരും വരുത്തുന്നതിന് വേണ്ടിയാണ്. ഹിന്ദുക്കളാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് മറുഭാഗത്തും തിരിച്ചും മറിച്ചും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തും വരുന്നു, പട്ടാളം വരുന്നു, വെടിവെച്ചു കൊല്ലുന്നു. പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഉച്ചയ്ക്ക് ലൊഹറിന് നിക്കാഹ് കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും പട്ടാളപ്പാച്ചിൽ വന്നപ്പോൾ ഒരു വീട്ടിൽ കയറി അവർ അഭയം പ്രാപിച്ചു. പക്ഷേ പോലീസ് വിട്ടില്ല. അവിടെ വന്ന് ആ വീടിന് തീയിടുകയാണ് ചെയ്തത്. അവർ പുറത്തേക്ക് തീയിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ആള് വരും. പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം ഭർത്താവിന് വെടിവെച്ചു വന്നു. അന്ന് നടന്ന കല്യാണമാണ്. ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ വെടിവെച്ചു കൊന്നപ്പോൾ ഭാര്യ ഉമ്മാക്കി എന്നു പേരുള്ള ആ ഭാര്യ, അതായത് ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിനെ ശക്തമായി നേരിടുകയാണ്. നമുക്കറിയാം, ഒരു പെൺകുട്ടി പട്ടാളത്തിന് തോക്കുള്ള പട്ടാളത്തിനെതിരെ എങ്ങനെ പ്രതികരിച്ചാൽ രക്ഷപ്പെടാൻ കഴിയും നമുക്കറിയാം. പക്ഷെ അവർക്കൊന്നും പ്രശ്നമല്ലായിരുന്നു. അവർ ധീരതയോടുകൂടി പട്ടാളത്തെ എതിരിടുകയും വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. കുട്ടി ഹസൻ എന്നു പേരുള്ള അയാളുടെ ഭാര്യ, ഉമ്മാക്കി എന്നു പേരുള്ള വനിത, 1 മണിക്കൂർ പോലും ഒന്നിച്ചു താമസിക്കാൻ അവസരം കിട്ടാതിരുന്ന അവർ ഒരേ കബറിൽ ലോകാവസാനം വരെ താമസിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. ഇങ്ങനെ ഒട്ടനവധി സ്ത്രീകളുണ്ട്, ഒട്ടനവധി ആൾക്കാരുണ്ട്. ഇവരാരും ഈ മലബാർ സമരത്തിന്റെ പേരിൽ ആണുങ്ങളില്ലാതായിട്ട്, പുരുഷന്മാരില്ലാതായിട്ട് അവരൊന്നും ആത്മഹത്യ ചെയ്യാനോ ചത്തൊടുങ്ങാനോ തയ്യാറായില്ല. അവരൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ട് പോരാടി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് മാളു ഹജ്ജുമ്മ, വാര്യങ്കുന്നത്ത് കുഞ്ഞുമ്മ ഹാജിയുടെ ഭാര്യ മാളു. മറ്റ് മലബാർ സമരത്തിൽ ധാരാളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മറ്റൊരു സ്ത്രീയെയും ഹിച്ച്കോക്ക് പോലെയുള്ള ബ്രിട്ടീഷിന്റെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മാളു ഹജ്ജുമ്മയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു വ്യത്യാസമുള്ളത്, സാധാരണ മാനസികമായും കായികപരമായും ആരോഗ്യപരമായും ഒക്കെ തളർത്തുക എന്ന ഉദ്ദേശത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള കുതന്ത്രം അവിടെയും പ്രയോഗിച്ചു. മാളു ഹജ്ജുമ്മയെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ മാളു ഹജ്ജുമ്മ അക്കാലത്ത് തന്നെ വിദ്യാഭ്യാസം നേടി, കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു, സ്കൂൾ തുടങ്ങി. അതൊക്കെ അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയില്ല മുസ്ലിം കുടുംബങ്ങളിൽ. മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയാൽ പിഴച്ചു പോകുമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് വിദ്യാഭ്യാസം നേടണമെന്നും ബ്രിട്ടീഷിനെതിരെ പോരടിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് തന്നെ അവരുടെ നേരെ സംസാരിക്കണമെന്നുമുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി വരും തലമുറയെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്കൂൾ ആരംഭിക്കുകയും ഇംഗ്ലീഷ് പഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത ഒരു വനിതയാണ് മാളു. അവർ ചരിത്രത്തിൽ മുമ്പോ ശേഷമോ ഇല്ലാത്ത വിധം കരുവാരക്കുണ്ട് പള്ളിയുടെ പ്രസിഡന്റായിരുന്നു, അല്ലെ പരിപാലന സമിതിയുടെ നേതൃരംഗത്തുള്ള ആളായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കുമ്പോഴാണ് ആരായിരുന്നു മാളു ഹജ്ജുമ്മ എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അവർ അക്കാലത്ത് തന്നെ പഠിച്ചു, ആയുധാഭ്യാസം പഠിച്ചു, കുതിരസവാരി പഠിച്ചു, കുതിരപ്പുറത്ത് പോയി ബ്രിട്ടീഷിനെതിരെ നേരിട്ട് സമരം ചെയ്യുന്ന അവസ്ഥയിലും എത്തിയിരുന്നു. അവരോടൊപ്പം പടുത്തുയർത്തി ഒപ്പം വന്നിരുന്ന ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു.
അതിൽ നായർ സ്ത്രീകളുണ്ടായിരുന്നു, ആദിവാസികളുണ്ടായിരുന്നു, ദലിതരുണ്ടായിരുന്നു, എല്ലാ സ്ത്രീകളും ഉണ്ടായിരുന്നു. മാളുവച്ചുമ്മയുടെ പ്രൊട്ടക്ഷൻ ടീം തന്നെ ചിരുത എന്നു പേരുള്ള ഒരു ഹൈന്ദവ സ്ത്രീയിലായിരുന്നു. അവസാനം വാര്യംകുന്നൻ പിടിക്കപ്പെട്ട സമയത്ത് പോലും മാളുവച്ചുമ്മയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിരുത ഉൾപ്പെടെയുള്ള വനിതകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മാളുവിനെ പിടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പട്ടാളം വന്നപ്പോൾ ഈ പട്ടാള സംഘത്തിന്റെ മുന്നിലേക്ക് ആ ആദിവാസി സ്ത്രീകൾ ഓരോരുത്തരായി കടന്നു ചെല്ലുകയും അവർ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് വനത്തിലൂടെ മാളുവച്ചുമ്മയ്ക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു ആ സ്ത്രീകൾ, ധീരവനിതകൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മലബാർ സമരത്തിന്റെ ഏതൊരു ഘട്ടം എടുത്തു നോക്കിയാലും അവിടെയുള്ള ഹൈന്ദവരും മുസ്ലിങ്ങളും സംയുക്തമായി നടന്ന ഒരു സമരം, സ്ത്രീകളും പുരുഷന്മാരും അത്യാവേശപൂർവ്വം പങ്കെടുത്ത ഒരു സമരം. നമുക്കറിയാം, പൂക്കോട്ടൂർ യുദ്ധത്തിൽ ഏതാണ്ട് 400 പേരാണ് ഷഹീദായത്. ഈ 400-ൽ ഒരാൾ ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളത് കബറടക്ക സമയത്താണ് തിരിച്ചറിയുന്നത്. പുരുഷവേഷം ധരിച്ചുകൊണ്ട്, ആയുധമേന്തി, തോക്കേന്തിക്കൊണ്ട് ബ്രിട്ടീഷിനെതിരെ ശക്തമായി പോരടിച്ചിട്ട് അവിടെ ഷഹീദായി മരിച്ചു വീണ ആ സ്ത്രീ, അവരെ കബറടക്കുന്ന സമയത്ത് മാത്രമാണ് അതൊരു സ്ത്രീയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. അതേപോലെ അവിടെ പൂക്കോട്ടൂർ യുദ്ധത്തിൽ പോയ പല ആൾക്കാരെയും അവിടെയുള്ള പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതും നിങ്ങൾ സമരത്തിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് മധുര പലഹാരങ്ങളും നല്ല ഡ്രസ്സും ഒക്കെ എടുത്തണിഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുന്നത് അവിടെയുള്ള സ്ത്രീകളായിരുന്നു. അങ്ങനെയുള്ള പല സ്ത്രീകളുടെയും പ്രവർത്തനം, അവരുടെ ശക്തമായ പിന്തുണ. ചിലർ പറയും, നിന്റെ വാപ്പ യുദ്ധത്തിന് പോയി മരിച്ചു, നിന്റെ സഹോദരൻ മരിച്ചു, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നീ യുദ്ധത്തിന് പോവാ. ഇത് പെണ്ണുങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ അതല്ല. എവിടെയെങ്കിലും ഒരു ചെറിയ കശപിശ ഉണ്ടായാൽ പറയും, പെട്ടെന്ന് വന്നേക്കണം, അതിലൊന്നും നിൽക്കരുതെന്ന്. തൻ്റെ ഭർത്താവും 3 സഹോദരങ്ങളും യുദ്ധത്തിൽ മരിച്ചിട്ടും അധ്യാപകരായിരുന്ന മൗലവിമാരായിരുന്ന 3 സഹോദരന്മാരും മൗലവിയായിരുന്ന തൻ്റെ ഭർത്താവും യുദ്ധത്തിൽ മരിച്ചപ്പോൾ അവിടെ കുട്ടികളെ ആ പ്രദേശത്ത് പഠിപ്പിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ആ ജോലി ഏറ്റെടുത്തത് ഒരു വനിതയായിരുന്നു. അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയെ വനിത ഏറ്റെടുത്തു. എന്നിട്ട് അവർ അന്തസ്സോടെ പറയും, എൻ്റെ ഭർത്താവും സഹോദരങ്ങളും യുദ്ധത്തിൽ ഷഹീദായവരാണ്. വെറും കേവലം 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഉണ്ണിക്കോയ എന്ന് പറയുന്ന വാര്യംകുന്നത്ത് ഉണ്ണിക്കോയ, നെല്ലിക്കുത്തുള്ള ഒരാളാണ്. കുഞ്ഞോമാജിയോട് ഉണ്ണിക്കോയയുടെ ഉമ്മ പറഞ്ഞു, കുഞ്ഞോമാജിയോട് നേരിട്ട് പറയുകയാണ്, എൻ്റെ മോൻ ഉണ്ണിക്കോയയും കൂടി സമരത്തിന് പോകുമ്പം കൊണ്ടുപോകണം. കുഞ്ഞോമാജി പറഞ്ഞു, ഉമ്മ, അവന് കേവലം 16 വയസ്സ് മാത്രമല്ലേ പ്രായമായിട്ടുള്ളത്. പക്ഷേ അവർ സമ്മതിച്ചില്ല. ആ ഉമ്മയും വാപ്പയും സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, എനിക്ക് കഴിയാത്തത് എൻ്റെ മോന് കഴിയട്ടെ. ഉണ്ണിക്കോയ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഇനി എന്നെ പരലോകത്ത് പരിധിയാൽ മതി, മഹ്ശറിൽ പരിധിയാൽ മതി. ഉമ്മയ്ക്ക് സഹായിയായി ഞാൻ അവിടെ ഉണ്ടാവും. ഇവിടെ സഹായം ചെയ്യുന്നതിന് എൻ്റെ ജ്യേഷ്ഠനുണ്ട്, പെങ്ങന്മാരുണ്ട്. പക്ഷേ പരലോകത്ത് എൻ്റെ സഹായമായിരിക്കും ഉമ്മയ്ക്ക് കിട്ടുന്നത്. കേവലം 16 വയസ്സുള്ള ഉണ്ണിക്കോയ ഉമ്മയോട് പറഞ്ഞ് യാത്രയായതാണ്. അന്ന് ആ വീട്ടിൽ നല്ല ആഘോഷമായിരുന്നു. പന്തലിട്ടുകൊണ്ട് കോഴിക്കറിയും വെച്ച് ചോറും വെച്ച് ആ ഉണ്ണിക്കോയ ഉമ്മ യാത്രയാക്കി. അക്കാലത്ത് പട്ടിണിക്കാലമാണ്. കോഴിക്കറിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ അപൂർവമാണ്. പക്ഷേ അന്ന് അവിടെ വലിയ ആഘോഷമായിരുന്നു. കാരണം ഉണ്ണിക്കോയ യുദ്ധത്തിന് പോകുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞോമാജിയുടെ പ്രൊട്ടക്ഷൻ ടീമിലുണ്ടായിരുന്ന ഉണ്ണിക്കോയ 19-ാമത്തെ വയസ്സിൽ പാണ്ടിക്കാട് ചന്തപ്പുരയിൽ നടന്ന യുദ്ധത്തിൽ ഷഹീദായി. ആ ഉമ്മയാണ് പറഞ്ഞു വിട്ടത്. അതേപോലെ തന്നെ വാര്യംകുന്നത്ത് മാളുവിൻ്റെ ഉമ്മ കുഞ്ഞീവി തൻ്റെ ഭർത്താവ് മൊയ്തീൻകുട്ടി ഹാജിയോടൊപ്പം യുദ്ധത്തിന് പോകുന്ന സമയത്ത് കുഞ്ഞീവി പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് പോയിക്കൊള്ളുക. ആ സമയത്ത് പ്രസവിക്കാനായിരിക്കുകയാണ് ഈ കുഞ്ഞീവി. അതിനുശേഷം കേവലം 10-12 ദിവസം കഴിഞ്ഞ് പ്രസവിക്കും. പക്ഷേ അവർ പറഞ്ഞ്, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ യുദ്ധത്തിന് പോയിക്കൊള്ളുക. ഈ നാടിൻ്റെ മോചനത്തിന് വേണ്ടി, ഇവിടെയുള്ള അടിയാളന്മാരുടെ മോചനത്തിന് വേണ്ടി, ബ്രിട്ടീഷുകാർ കട്ടുകൊണ്ടുപോകുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇവിടുത്തെ സമ്പത്തിന് വേണ്ടി നിങ്ങൾ യുദ്ധത്തിന് പോവുക എന്നും പറഞ്ഞ് യാത്രയാക്കിയ ആളാണ് അവർ. ആ യുദ്ധ സമയത്താണ് മാളു ഫാത്തിമ ജനിക്കുന്നത്. അത്രത്തോളം അവിടെയുള്ള സ്ത്രീകൾ അവർ യാത്രയാക്കുമ്പോൾ കോയാമു ഹാജി എന്ന് പറയുന്ന മാളുവച്ചുമ്മയുടെ വാപ്പയോട് പറഞ്ഞത്,
നിങ്ങൾ യുദ്ധത്തിന് പോയി വരുമ്പോൾ നിങ്ങളോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാനൊരു കുട്ടിയെ സമ്മാനമായി തരാമെന്നാണ്. അതാണ് മാളു ഹജ്ജുമ്മ. കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ തീരുമാനിച്ചു ഈ കുട്ടികളെ ബ്രിട്ടീഷിനെതിരെ പോരാടുന്നതിന് വേണ്ടി, സമരം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞേക്കണമെന്ന്. അത്രത്തോളം അവർ ആവേശകരമായി കൊണ്ട് സമരം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷിനെതിരെ പോരടിച്ചതിൻ്റെ അനന്തരഫലമാണ് നാം ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യം. ഇതിനെതിരെയാണ് ഒരു പറ്റം ആൾക്കാർ മലബാർ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നും ഇന്ത്യക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അവർക്കറിയാം അവരുടേതായി പറയാൻ അവിടെ ഒന്നുമില്ല എന്നത്. മലബാർ സമരത്തിന്റെ ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് 1946 പോലും സഖാവ് AKG പെരിന്തൽമണ്ണയിൽ പ്രസംഗിച്ചത്. അതിനുശേഷം EMS പ്രസംഗിച്ചു. ഇവരൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തന്നെ മലബാർ സമരത്തെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. അക്കാലത്തൊന്നും ഈ ബ്രിട്ടീഷിനെതിരെ സമരം ചെയ്യുന്ന ആൾക്കാർ അത്ര ഉന്നതന്മാരാണെന്നോ അറിയപ്പെടുന്ന ആളാണെന്നോ ഒന്നും പറയാൻ കഴിയില്ലായിരുന്നു. അവരൊക്കെ ജയിൽവാസികളും കുറ്റവാളികളുമായിരുന്നു. ഈ അവസ്ഥയിലാണ് 1935 കമ്പളത്ത് ഗോവിന്ദൻ നായർ ഒരു കവിത എഴുതുന്നത്. കമ്പളത്ത് ഗോവിന്ദൻ നായർ ഒരു കവിത എഴുതിയിട്ട് ബ്രിട്ടീഷിനെതിരെ അന്ന് മലബാർ സമരത്തിൽ പങ്കെടുത്തവരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടെഴുതിയ ആ കവിത കൊണ്ടോട്ടി അങ്ങാടിയിൽ നിന്ന് പാടിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ആദ്യം കവിത പാടി, അദ്ദേഹത്തിൻ്റെ ഭാര്യ പാടി, തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കളും ആ കവിത ഏറ്റുപാടി. തുടർന്ന് കൊണ്ടോട്ടി അങ്ങാടിയിൽ ഈ കവിത അവതരിപ്പിച്ചപ്പോൾ ഏതാണ്ട് 4000-ഓളം പേരാണ് അവിടെ ഉണ്ടായിരുന്നത്, അവിടെ പങ്കെടുത്തത്. കാരണം അവർക്ക് അതിനു മുമ്പ് അത്രയും മലബാർ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ പുകഴ്ത്തിക്കൊണ്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരാളും പറഞ്ഞിരുന്നില്ല. അവർക്ക് ഭയങ്കര സന്തോഷമായി പോയി. ആ കവിത പാടിയതിൻ്റെ പേരിൽ കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ വിരലുകൾ അടിച്ചൊടിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി പോയി. അത് മാത്രമല്ല 6 കൊല്ലക്കാലം ജയിലിലും ഇട്ടു. എന്നിട്ടും അവരാരും പിന്മാറിയില്ല. കമ്പളത്ത് ഗോവിന്ദൻ നായർ ആ കവിതയിൽ നിന്നോ കവിത പാടുന്നതിൽ നിന്നോ പിന്മാറിയില്ല. ആ കവിത പ്രസിദ്ധീകരിച്ചു വന്ന ദേശാഭിമാനി പത്രം കണ്ടുകെട്ടി. അപ്പോഴൊന്നും ഇതൊരു ഹൈന്ദവ മുസ്ലിം പോരാട്ടമായിട്ടോ ഹൈന്ദവരെ കൊന്നൊടുക്കുന്ന മാപ്പിളമാരുടെ സമരമായിട്ടോ ആരും ചിത്രീകരിച്ചിരുന്നില്ല, പറഞ്ഞിരുന്നുമില്ല. അതുകൊണ്ടാണല്ലോ കമ്പളത്ത് ഗോവിന്ദൻ നായരൊക്കെ അങ്ങനെ ഒരു കവിത എഴുതിയത്. നേരത്തെ ഇവിടെ പറഞ്ഞു NB നാരായണ മേനോൻ, പാണ്ടിയാട്ട് നാരായണൻ നമ്പീശൻ, പാണ്ടിയാട്ട് ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, അതേ അങ്ങനെയുള്ള എത്രയോ ആൾക്കാർ, മണ്ണാർക്കാട് മൂപ്പിൽ ഇളയ നായർ, മൊഴികുന്നത്ത് ബ്രഹ്മത്തൻ നമ്പൂതിരിപ്പാട്, ഇങ്ങനെയുള്ള ഒട്ടനവധി ആൾക്കാർ, അതുപോലെ പൂന്താനൻ രാമൻ നമ്പൂതിരി, ഇവരൊക്കെ ഹൈന്ദവ നേതാക്കളായിരുന്നു. ഹൈന്ദവ നേതാക്കൾ എന്ന് മാത്രമല്ല, സാധാരണ ഹൈന്ദവരല്ല. ഇന്ന് ഹൈന്ദവരിൽ തന്നെ പല വിഭാഗങ്ങളും ഉള്ളതൊക്കെ നമുക്കറിയാം. അതിൽ ഏറ്റവും ഉന്നത കുലജാതരായിരുന്നു പാണ്ടിയാട്ട് നാരായണൻ നമ്പീശൻ. പന്തല്ലൂർ താമി ഒരു ദലിത് നേതാവായിരുന്നു. അതേപോലെ അങ്ങനെയുള്ള പല പ്രമുഖരും സമുദായത്തിൽ തന്നെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ആൾക്കാരടക്കം പങ്കെടുത്ത് നടന്ന സമരത്തിന്റെ പര്യവസാനമാണ് മലബാർ സമരം ഇത്രയധികം വിജയിക്കാനുണ്ടായ കാരണം. ആ സമരത്തിൽ നിന്നാണ് ജനങ്ങൾ ഊർജം ഉൾക്കൊണ്ടതും അതിൻ്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിപ്പെട്ടതും. നാം ഇന്നൊരു പ്രസ്താവന വായിച്ചിട്ടുണ്ടാവും. 1947 ഇന്ത്യയുടെ ഒരു യുദ്ധവും നടക്കാതെയാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ. പ്ലാസി യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ 1921 നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തോടുകൂടി അവർക്ക് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു. അതിനുശേഷം ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടില്ല, അറിയപ്പെടുന്ന ഒരു യുദ്ധവും നടന്നിട്ടില്ല. ഈ നീണ്ട ഇത്രയും വർഷക്കാലം അവരുടെ കിരാത ഭരണം നടന്നിട്ട്, കൊള്ള ചെയ്തിട്ട്, അവരുടെ കൊള്ള എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരാൾ സരസമായിട്ടാണെങ്കിലും പറഞ്ഞു, കല്ലായിപ്പുഴയിലുള്ള ഉരുളൻ കല്ല് വരെ അവർ കടത്തിക്കൊണ്ടുപോയി എന്നത്. നിലമ്പൂരിലുള്ള മുഴുവൻ തേക്കുകളും കടത്തിക്കൊണ്ടുപോയി. ഇന്നും അവിടെയുള്ള പല കൊട്ടാരങ്ങളും അലങ്കരിച്ചിരിക്കുന്നത് നിലമ്പൂർ തേക്ക് കൊണ്ടാണ്. അക്കാലത്ത് അവർ കടത്തിക്കൊണ്ടുപോയതാണ്. നിലമ്പൂർ തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ് നിലമ്പൂരിലേക്ക് റെയിൽവേ അന്നുണ്ടായത്. ആ പ്രദേശത്ത് അവർക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നില്ല. സാധാരണക്കാർ പോകുന്ന ഒരു പ്രദേശവുമായിരുന്നില്ല. പക്ഷെ അവിടെ തേക്കുകൾ ധാരാളം ഉണ്ടായി. ആ തേക്ക് കണ്ടിട്ടാണ് അങ്ങോട്ട് റെയിൽവേ ഉണ്ടാക്കിയത്. അത് തിരിച്ചറിഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞമ്മാജി ആ റെയിൽവേ പൊളിക്കുകയാണ് ചെയ്തത്. അവർ എത്രത്തോളം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് വേണ്ടി പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്
വാര്യംകുന്നത്ത് കുഞ്ഞുമാജി 1922 ജനുവരി 21 വെടിയേറ്റ് വീണതിന് ശേഷം ആദ്യമായി ഉത്തരവിട്ടത് റെയിൽവേ സ്റ്റേഷൻ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. ആ റെയിൽവേ സ്റ്റേഷൻ പണി പൂർത്തീകരിച്ചു, അവിടെയുള്ള തേക്കുകൾ കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ നിരവധി സമ്പത്തുകൾ അടിച്ചു മാറ്റി. ഇതിനെതിരെയെല്ലാം പ്രതികരിച്ചത് അവിടെയുള്ള ഹൈന്ദവ മുസ്ലിം സംയുക്തമായി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞതും അതിൽ വിജയിച്ചതും. പക്ഷേ ബ്രിട്ടീഷിന് അതിൽ നിന്ന് നിലനിൽപ്പില്ല എന്ന് മനസ്സിലായപ്പോൾ ലോകത്ത് ബ്രിട്ടീഷുണ്ടാക്കിയ നാണക്കേട് മാറ്റണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഇനി കഴിയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി അവർ കുതന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പൊന്നാനിയിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഏതാണ്ട് 600 പേര് പങ്കെടുക്കുന്ന ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കുന്ന കുറേ മൗലവിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആമു സാഹിബ് അവിടെ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. അതേ സമയത്ത് തന്നെ പൊന്നാനിയിൽ മറ്റൊരിടത്ത് ഖിലാഫത്ത് സമ്മേളനവും നടക്കുകയുണ്ടായി. ഖിലാഫത്ത് സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തപ്പോൾ ബ്രിട്ടീഷുകാർ സംഘടിപ്പിച്ച ആ മൗലവിമാരുടെ യോഗത്തിൽ ഏതാണ്ട് 600 പേരാണ് പങ്കെടുത്തത്. മുസ്ലിം മൗലവിമാർ തന്നെ. അങ്ങനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രസ്താവന ഇറക്കുന്നതിന് വേണ്ടിയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയും ഒരു സംഘം മൗലവിമാരെ കൂടെ കൂട്ടിക്കൊണ്ട് അവർ മതപരിവർത്തനത്തിനൊക്കെ ശ്രമിക്കുകയും മറ്റ് പല സ്ഥലങ്ങളിലും ഹിന്ദു വീടുകളിലൊക്കെ ആക്രമിച്ചുകൊണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞോമാജിക്കും ആലി മുസ്ലിയാറിനുമൊക്കെ സിന്ദാബ വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞങ്ങൾ ഖിലാഫത്ത് പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് ഖിലാഫത്തിന് സിന്ദാബ വിളിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇത് കണ്ടിട്ട് പല ഹൈന്ദവരും വിശ്വസിച്ച് ഇത് ഖിലാഫത്തുകാരാണെന്ന്. പലപ്പോഴും വീടുകൾ ആക്രമിച്ചിട്ട് അവർ പറയും ഞാൻ വാര്യംകുന്നത്ത് കുഞ്ഞോമാജി പറഞ്ഞുവിട്ട ആളാണെന്ന്. അപ്പോഴവർ മനസ്സിലാക്കും വാര്യംകുന്നത്ത് കുഞ്ഞോമാജിയാണ് ഹിന്ദുക്കളെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന്. അങ്ങനെ ഹൈന്ദവരുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഭിന്നതയുണ്ടാക്കുകയും ആ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി M5 എന്ന പേരിലുള്ള ഒരു പോലീസ് സേനയെ തന്നെ ബ്രിട്ടീഷുകാർ പടച്ചെടുക്കുകയും ചെയ്തു. ഈ M5 എന്ന് പറയുന്ന പോലീസ് സേനയുടെ പ്രവർത്തന ഫലമായിരുന്നു ഈ കണ്ട അക്രമങ്ങളൊക്കെ ഉണ്ടായത്. ആ പോലീസ് സേനയിൽ മുസ്ലിം പണ്ഡിതന്മാരുണ്ടായിരുന്നു, സാധാരണക്കാരുണ്ടായിരുന്നു, കച്ചവടക്കാരുണ്ടായിരുന്നു. അവരാണ് സമരത്തിന് ഈ മോശം പേരുകൾ ഉണ്ടാക്കി കൊടുത്തത്. അവരുടെ ശ്രമഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് പ്രവർത്തനം തെറ്റായ വഴിയിലേക്കാണ് പോകുന്നതെന്ന് വാർത്തകൾ വന്നു തുടങ്ങിയത്. അവർ പടച്ചുവിടുന്ന പത്രവാർത്തകളാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ വാർത്തകൾ കണ്ടിട്ടാണ് കുമാരനാശാനെ പോലെയുള്ളവർ ദുരവസ്ഥ എന്ന് പറയുന്ന കവിതകൾ എഴുതിയത്. അതിനെതിരെയായിരുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾക്കെതിരെയായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞോമാജി ഹിന്ദു പത്രത്തിലേക്ക് കത്തെഴുതിയത്. അതേക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും മലബാർ സമരത്തിൻ്റെ 100ാം വാർഷികത്തിൽ ഞാനൊരു കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞോമാജിയെ വെടിവെച്ച് കൊന്നിട്ട് കത്തിച്ചു കളഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഖബർ ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ജീവിച്ചിരുന്ന കുഞ്ഞോമാജിയേക്കാൾ മരിച്ച കുഞ്ഞോമാജിയെ ബ്രിട്ടീഷ് കൂടുതൽ ഭയപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തെ കത്തിച്ച് അതിൻ്റെ ചാരം കോട്ടക്കുന്ന് മൈതാനത്തിൻ്റെ മുകളിൽ, കോട്ടക്കുന്ന് മലയുടെ മുകളിൽ നിന്ന് ആ ചാരം പറത്തിവിടുകയാണ് ചെയ്തത്. ഒരു കഷ്ണത്തിൽ നിന്നുപോലും ഒരു ഖബറുണ്ടാവരുത് എന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. പക്ഷേ പടച്ചതമ്പുരാൻ തീരുമാനിച്ച മറ്റൊന്നാണ്. ആ ചാരം പറത്തിവിട്ട ഓരോ ചാരത്തിൻ്റെ കണികകളും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ് ചെന്ന് അവസാനിച്ചത്. ഈ എടവനക്കാട് പ്രദേശത്തും അത്തരം ചാരം വന്നതുകൊണ്ടാണ് ഓർമ്മകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരൻ ചെയ്തിട്ട് ഇവിടെയും അത് ഉയർത്തു വന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ പടച്ചതമ്പുരാൻ തീരുമാനിച്ച ഒന്ന്, ബ്രിട്ടീഷുകാർ തീരുമാനിച്ച മറ്റൊന്ന്. നമുക്കറിയാം സൂറത്തുൽ കഹ്ഫിൽ അവിടെ ഉറങ്ങിക്കിടന്ന മനുഷ്യരെ കുറിച്ച് നമുക്ക് ചരിത്രം അറിയാം. അതേപോലെ ചക്കിപ്പറമ്പന്മാരും വാര്യംകുന്നന്മാരും മലബാർ സമരത്തിൽ പങ്കെടുത്തവരും കേവലം 1 നൂറ്റാണ്ട് കാലം ഉറങ്ങിക്കിടന്നു. ഈ പ്രദേശത്ത്, ഈ ഇന്ത്യയിൽ, കേരളത്തിൽ അടക്കം ഉറങ്ങിക്കിടന്നു. ഇപ്പോൾ ഉറക്കിൽ നിന്ന് എണീറ്റിരിക്കുകയാണ്. ഇനി മലബാർ സമര യോദ്ധാക്കൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും, വീണ്ടും വീണ്ടും, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി. ഞാൻ നിർത്തുന്നു. ഇതിൽ എന്നെ ക്ഷണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ പുറത്തിറക്കിയിരിക്കുന്ന ഇന്നത്തെ പൊതുസമൂഹം കാണേണ്ട മറ്റൊരു വീഡിയോ. സാധാരണ ഞങ്ങളെപ്പോലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് പള്ളിയിൽ കയറാനുള്ള ഒരു അവസരം കിട്ടാറില്ല. അഥവാ കിട്ടിയിട്ടുള്ള ഒരവസരം പ്രളയകാലത്താണ്. ആ സമയത്തല്ലാതെ ഇതുപോലെ പള്ളിയിൽ കയറാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് മതവിദ്വേഷങ്ങൾ നടക്കുന്ന ഇങ്ങനെ ഒരു അവസരത്തിൽ
ഇവിടെ പള്ളിക്കകത്ത് കയറാനും ഈ പ്രസംഗം കേൾക്കാനും ഒക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് അലിയാർ ഉസ്താദിൻ്റെ പ്രസംഗവും അലിയാർ ഉസ്താദിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഞങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് വളരെയധികം പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയും ചെയ്തതിൽ പ്രത്യേകം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അതെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഒന്നിച്ച് ഒരു പള്ളിക്കകത്ത്. നാം മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അത് മുസ്ലിമിൻ്റെ ആരാധനാലയത്തിൽ മാത്രമല്ല, ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലും, ശരിയായ ഒരു ക്ഷേത്രത്തിലും, അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ ഒരു ചർച്ചിലും, ശരിയായ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ചർച്ചിലും ഭയപ്പെടേണ്ടതായ ഒന്നുമില്ല, ആളുകൾക്ക് അറിയാൻ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. എന്നാലും എന്തോ ഒന്നുള്ളതുപോലെ ആർക്കും അന്യോന്യം കയറാൻ പാടില്ലാത്ത, ഇറങ്ങാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ നിഗൂഢതകളെ ഉള്ളിലൊളിപ്പിച്ച ഒരു സങ്കേതമായി പള്ളികൾ തെറ്റായ നിലയിൽ ചിത്രീകരിക്കപ്പെടുകയും ചിലപ്പോഴൊക്കെ പറയപ്പെടാറുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഒരു പദപ്രയോഗമാണല്ലോ ഭീകരത എന്ന്, അല്ലേ? ഭീകരതയുടെ സങ്കേതമാണ്, ആസ്ഥാനമാണ് പള്ളികളുമൊക്കെ പറയപ്പെടുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ പള്ളി എന്ന് കാണാനും അതുപോലെ തന്നെ അറിയാനും ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ നന്മയാണ് എന്ന് ഞാൻ മാത്രമല്ല വിചാരിക്കുന്നത്. ഇത് സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങനെ തോന്നിയതിന്റെ പേരിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ സംഗമം സംഘടിപ്പിക്കാനിടയായത്. വളരെ വ്യത്യസ്തമായ, ഇന്നത്തെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യേണ്ട ഈ വിഷയമടങ്ങിയ ഈ വീഡിയോ കാണുവാനായി ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.